പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സായാഹ്നത്തിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ, നമ്മുടെ സൃഷ്ടാവിൻ്റെ മുന്നിൽ, നമ്മളെ ഹൃദയത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ വികാരങ്ങളും വേദനകളും അറിയുന്ന ഈശോയുടെ മുന്നിലായിരിക്കാൻ അവിടുന്ന് നമുക്ക് അവസരം നൽകിയതിന് നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാട്ടോ. ഇന്ന് ഈശോ നമുക്ക് തരുന്നൊരു വാഗ്ദാനം എന്താണെന്നറിയോ? നീ ഏതവസ്ഥയിലായാലും ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യൂ എന്നുള്ളതാ. ഏതവസ്ഥയിലായാലും ഞാൻ നിന്നെ രക്ഷിക്കൂ എന്നുള്ളതാ. അതുകൊണ്ടല്ലേ വചനം നമ്മൾ കാണുമല്ലോ, പുറപ്പാട് 14:14, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കണ്ടോ, കർത്താവ് എനിക്കും നിനക്കും വേണ്ടി യുദ്ധം ചെയ്യുമെന്നേ. നമുക്ക് ശാന്തരായിട്ടിരിക്കാം. അതല്ലേ 1 സാമുവേൽ 14 നമ്മൾ കാണുമല്ലോ, 45 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുമല്ലോ. 1 സാമുവേൽ 17 ദാവീദും ഗോലിയാത്തും തമ്മിൽ യുദ്ധം നടക്കുക. ഗോലിയാത്തിൻ്റെ പടച്ചട്ടയെക്കുറിച്ച്, മോൻ്റെ ശരീരത്തെക്കുറിച്ചൊക്കെ വർണ്ണനകൾ കൊടുക്കുന്നുണ്ടോ. ശക്തനായിരുന്നു, അജാനുബാഹുവായിരുന്നു. പക്ഷേ ദാവീദ് ഒരു ഇടയബാലനായിരുന്നു. വെറും ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്താനായിട്ട്, കവണ കൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്താനായിട്ട് ദാവീദിന് കഴിഞ്ഞു. അതെങ്ങനെയാ? അത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാ, ദൈവത്തിൻ്റെ കരുത്ത് കൊണ്ടാ, ദാവീദിൻ്റെ കരുത്ത് കൊണ്ടല്ല, ദൈവം അവനിലൂടെ പ്രവർത്തിച്ചത് കൊണ്ടാ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഈ ഗോലിയാത്തിനെ പോലെയുള്ള വലിയ പർവ്വതം കണക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ആരാധനയിൽ പങ്കെടുക്കുന്ന നിൻ്റെ ജീവിതത്തിലും ഉണ്ടാവും. ചിലപ്പോൾ മാരകമായ രോഗങ്ങളായിരിക്കാം, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകളായിരിക്കാം, ആരോടും പറഞ്ഞാൽ മനസ്സിലാകാത്ത തിക്താനുഭവങ്ങളോ നൊമ്പരങ്ങളോ ടെൻഷനുകളോ ഒക്കെ ആയിരിക്കാം. പക്ഷെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്നേ. നീ ആകുലപ്പെടണ്ട. അതിൽ നിന്നൊക്കെ കരകയറി വരാനും അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കാനും ഒക്കെ നിനക്ക് സാധിക്കും. ധൈര്യമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം. ഈശോ നിൻ്റെ കൂടെയുണ്ട്. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമേ അങ്ങയ്ക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.